നമസ്കാരം. വലിയൊരു ക്യാൻവാസിലെ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ 1908 ജനുവരി 21 സാധാരണയായ ഒരു മനുഷ്യനെ, നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായി പിറവി കൊണ്ട് 1994 ജൂലൈ 5 നമ്മളോട് വിട പറഞ്ഞു പോയ ഒരു വിശ്വപ്രസക്ത എഴുത്തുകാരനുണ്ടായിരുന്നു. ജൂലൈ 5 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? എപ്പോഴും ജൂലൈ 5 എന്ന് കേട്ടാൽ LP ലെവലിലുള്ള കുട്ടികൾ വരെ പറയും ബഷീറിൻ്റെ ഓർമ്മ ദിനമാണ്, അല്ലെങ്കിൽ ബഷീർ ചരമദിനമാണെന്ന് പറയും, അല്ലേ? LP ലെവലിലൊക്കെ കുട്ടികൾ വ്യത്യസ്ത വേഷം ധരിച്ച് ഒക്കെയാണ് വരിക. അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു ലെവലിലേക്ക് സ്കൂളിനെ അലങ്കരിക്കും. വളരെ ആഘോഷമാണ്. അപ്പോൾ നമ്മൾ മുതിർന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകളെ നമ്മൾ പരിചയപ്പെടും. പലപ്പോഴും ടീച്ചർക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ വായിക്കുമ്പോൾ അതിലെവിടെയൊക്കെയോ നമ്മളുടെ ഒരു അംശമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റിലുള്ളവരല്ലേ ആ കഥകളിൽ, ആ സംഭവങ്ങളിൽ ഇന്നും നടക്കുന്നതല്ലേ എന്നൊക്കെ തോന്നിപ്പോവാറുണ്ട്. ഇപ്പോഴത്തെ പല സാഹിത്യകാരന്മാരും എഴുതുന്നതിലും അതിൻ്റെയൊക്കെ അംശങ്ങൾ കടന്നു വരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലഘട്ടത്തിന് ശേഷവും ഇങ്ങനൊരാളെ നമ്മൾ വീണ്ടും 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 ഓർക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് ഓർത്തോർത്ത് ചിരിക്കണു നമ്മൾ, അല്ലേ? ഒരു സർവകലാശാലകളിലൊന്നും പോവാത്ത ഒരാൾ, അയാളുടെ ജീവിതം കൊണ്ട് ഒരു വലിയ സർവകലാശാല നമുക്ക് മുമ്പിൽ തുറന്നിട്ടിട്ട് പോകുന്ന ഒരു വലിയ എഴുത്തുകാരൻ. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന് എൻ്റെ കുടുംബവുമായിട്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നു. അല്ല, അടുത്ത ബന്ധമല്ല, എൻ്റെ ഉമ്മയുടെ ഉപ്പ, അവരും അതുപോലെ ബഷീർ സാഹിബ് തമ്മിൽ പിന്നെ എഴുത്തുകളിലൂടെ ഒക്കെയുള്ള ഒരു ആത്മബന്ധം. അന്ന് വന്ന എഴുത്തുകളൊക്കെ വല്യമ്മ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം ആ കഥകളൊന്നും തേടിപ്പോവാനോ അതുമായി പിന്നീടുള്ള അവരുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും അന്വേഷിച്ച് പോകാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നല്ല രസമായിരുന്നു. വല്യമ്മ ഇങ്ങനെ അന്നത്തെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ തലമുറയിലും ഈ തലമുറയിലും, നമ്മളുടെ ഈ തലമുറയിലും നമ്മളൊക്കെ ഒരുപോലെ ത്രസിപ്പിക്കുന്ന എഴുത്തുകളിലൂടെ, സ്വാഗത പ്രസംഗത്തിൽ നമ്മളുടെ ഫാദർ പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, എല്ലാ ഭാഷയിലും വിവർത്തന സാഹിത്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ബഷീറിൻ്റെ കൃതികൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ എങ്ങനെയാണ് മറ്റു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക? അതിന് പകരം വെക്കാൻ വേറൊരു ഭാഷയുണ്ടോ, അല്ലേ? ചില വാക്കുകളൊക്കെ, ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ട്, അല്ലേ? ഇങ്ങനെ അത് പകരം ഒരു ഭാഷ പോലും ഇല്ലാത്തൊരവസ്ഥയാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രചനാ ലോകവും രചനാ പശ്ചാത്തലവും ഇവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. യഥാർത്ഥമായ മനുഷ്യരുടെ, തൻ്റെ ചുറ്റിലുമുള്ള ലോകത്തെ വളരെ മനോഹരമായിട്ട്, ഈവൻ ഒരു ആടിനെ പോലും, അല്ലേ? നമ്മൾ ആട് എന്ന് പറയുമ്പോൾ, ബഷീർ എന്ന് പറയുമ്പോൾ പാത്തുമ്മയുടെ ആട്, അല്ലേ? അത് ആ ഒരു വരച്ച് കാട്ടുന്നൊരു രീതി, പ്രണയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, അല്ലേ? വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രണയങ്ങൾ തുടങ്ങിയ ഒരുപാട് കൃതികളിൽ വ്യത്യസ്ത പ്രണയത്തിൻ്റെ മുഖങ്ങൾ, മതിലുകളിൽ വേറൊരു മുഖം, സംസാരത്തിലൂടെ മാത്രം പ്രണയിക്കുന്നൊരു തലം. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ ഡോക്യുമെൻ്ററി, ഇതിൻ്റെ ഒരു വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു, ദൂരദർശൻ ഇറക്കിയിട്ടുള്ള. അതിൽ സീനത്ത് ഇതേപോലെ അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ തുടങ്ങുന്നതൊരു കല്യാണ വീട് തുടങ്ങി ഇങ്ങനെ പോകുന്ന ഇതേ സംഭവങ്ങൾ വ്യത്യസ്ത ആംഗിളിലൂടെ ചിത്രീകരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിനകത്തെ ആ കാലഘട്ടത്തിലെ ഒരുപാട് കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് തൻ്റെ എഴുത്തിലൂടെ ചിത്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെയുള്ള ഒരു കഥ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ 1948 ഒരു 6 ചെറുകഥകളിലൂടെ
ഇറങ്ങിയിട്ടുള്ള വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് നമ്മളിപ്പോൾ കണ്ട ഏതുള്ളത്, പൂവൻ പഴം ഉള്ളത്. ഇത് 3 തലങ്ങളായിട്ടാണ് ഈ ചെറുകഥയെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ അവരുടെ കൗമാര യൗവന കാലഘട്ടത്തില് അവരുടെ പ്രണയം അതുണ്ടല്ലോ, പിറകെ നടന്നുകൊണ്ട് സ്നേഹം പറയുന്ന. അപ്പം പിന്നെ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ആദ്യകാലങ്ങളിൽ പ്രണയത്തിലൊക്കെ പറയാ എന്താണ്, ഈന്നെ കല്യാണം കഴിക്കണം, എനിക്ക് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതിന് പകരം, അതായത് ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് 48 കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ആണും പെണ്ണും പറയുന്ന ഒരു ഡയലോഗ്, ആ എഴുത്ത് ബഷീറിന്റെ അതേ എഴുത്തുകളാണല്ലോ അതിൽ വരുന്നത്. അപ്പം നടൻ പറയുന്നത് എന്താണ്, എൻ്റെ എല്ല് ഞാൻ ഇന്നെ കല്യാണം കഴിക്കണം എന്നാ പറയണത് അല്ലേ. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒരു മോഡേൺ ഇതിൽ ഒരു റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു മരം ചുറ്റി പ്രേമം അതല്ല, അതിനപ്പുറത്തേക്ക് ബഷീർ ചിന്തിക്കുകയാണ് അല്ലേ. പ്രണയത്തിന്റെ ഭാഷയുടെ വ്യത്യസ്ത തരം, പ്രണയം പറയുന്നതിന്റെ എനിക്ക് ഇഷ്ടമാണ് 100 വട്ടം എന്ന് പറയുന്നതിനപ്പുറം എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഇന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ അല്ലേ, ആ ഒരു ധ്വനിയല്ലേ അതിലുള്ളത്. അതായത് പ്രണയം പറയുന്നത് വേറൊരു തരത്തിലേക്ക് എത്തുന്ന ഒരു രീതി നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതാണ് ഫസ്റ്റത്തെ ആ ഒരു ഭാഗം, അതാണ് അവരുടെ ആ ഒരു പ്രണയ കാലഘട്ടം. പുസ്തകത്തിൽ കൂടുതൽ പറയുന്നുണ്ട്, ഇതിൽ കുറച്ച് ഷോട്ടുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള വിവാഹം ദാമ്പത്യ വിവാഹത്തിൽ അവർക്ക് സംഭവിക്കുന്നത്, അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിദ്യാസമ്പന്നമായ ഭാര്യയും വിദ്യാഭ്യാസമില്ലാത്ത ഒരു പുരുഷനുമാണ് അവിടെ കടന്നു വരുന്നത്. അവിടെ ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, ആ ഒരു വൈരുദ്ധ്യ. ഞാൻ ബി എക്കാരിയായ ഞാൻ അടുക്കളയിൽ കഴിയാനാണല്ലോ എനിക്ക് വിധി എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ, പിന്നീട് ഒരു സന്ദർഭത്തിൽ ആ കത്തി കാണിച്ചിട്ട് ഞാൻ എൻ്റെ ആരാ എന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് ഭർത്താവാണ്. അപ്പം ആ ഒരു പുരുഷനുള്ളില് ഒരു ആത്മസംഘർഷം നടക്കുന്നുണ്ട് അല്ലെ. എഴുതുന്ന കാലഘട്ടം ആലോചിക്കണം, 1948 ഇത് എഴുതി പുറത്തു വരുന്നത്. അതിന് മുമ്പേ ഇത് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം നോക്കിയേ. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നയായ ഒരു സമൂഹം വരാനിരിക്കുന്നുണ്ട്. സ്ത്രീകള് വിദ്യാസമ്പന്നരായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തെ ഒന്ന് വായിക്കുക അല്ലേ. അവിടേക്കൊന്നും ടീച്ചർ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ബി എക്കാരിയായ ഞാൻ എൻ്റെ ഭാര്യ പറയുന്നത് പോലെ വിദ്യാഭ്യാസമില്ലാത്ത അവളുടെ ഉപ്പയുടെ കടയിൽ അല്ലെ, ബീഡിക്കടയിൽ അല്ലെ പറയുന്നുണ്ട്, ബീഡിക്കടയിൽ ജോലി ചെയ്ത് അവളുടെ ഉപ്പയുടെ ജോലിക്കാരനായിട്ടുള്ള ഭർത്താവ്. അപ്പോൾ അവള് പറയുന്നതിനനുസരിച്ച്, ഭാര്യ പറയുന്നതിനനുസരിച്ച് കഴിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കാലഘട്ടത്തില് ഒരു മാപ്പിള കുടുംബത്തില് ഒരു മുസ്ലിം സമുദായത്തിനകത്ത് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയോ? ഭർത്താവിനാൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വർഗമായിരുന്നു സ്ത്രീ എന്ന് പലരും എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടില്ലേ? നമ്മളൊക്കെ വായിച്ചിട്ടില്ലേ? ആ സ്ഥാനത്ത് വളരെ രസകരമായിട്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങളും മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയോ അടിച്ചമർത്തുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് അവിടെ ആ ഒരു ദാമ്പത്യ ബന്ധത്തിനകത്ത് പല കുടുംബത്തിനും പല തരത്തില് പല വിധത്തില് ഉള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തില് BA പഠിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ അത്രയും നമ്മൾ പറയും വരച്ച വരയിൽ നിർത്താന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു രീതിയിലേക്ക് പോയിരുന്നിട്ടും ആ ദാമ്പത്യ ബന്ധം അതിമനോഹരമായിട്ട് അവർ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാ. അത് നോക്കൂ, പൂവമ്പഴം വേണമെന്ന് ഭാര്യ പറയുമ്പോൾ ആ ഒരു മല്ലാക്കിയും അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ സംസാരം ഉണ്ടല്ലോ, എന്താണ് പറയണത്? അദ്ദേഹം പറയാണ് ഓരോരോ സ്ത്രീകള് എന്തൊക്കെയാണ്, ഹിമാചലത്തിലെ ഒരു മഞ്ഞുതുള്ളി വേണമെന്ന് പറയും എന്ന് കണ്ടില്ലേ അത്? അപ്പൊ ഇതൊന്നും അല്ലല്ലോ നിന്നോട് അവള് ചോദിക്കുന്നത്. ആരാണ്? ജമീല ചോദിക്കുന്നത്. ജമീല ബീവി നിന്നോട് ഇതൊന്നും അല്ലല്ലോ ആവശ്യപ്പെട്ടത്.
2 പൂവമ്പഴ. ഞാൻ ഒരു കൊല പൂവമ്പഴം എൻ്റെ ബീവിക്ക് കൊണ്ടുതരും പറയുമ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട് വേണ്ട 2 പൂവമ്പഴം മതി. അപ്പൊ അത് തേടി ഭർത്താവ് പോവുക. അപ്പൊ ആ സ്നേഹബന്ധം നോക്കിയേ, ആ വെള്ളത്തിലൂടെ അല്ലേ, അവിടെ കടയിൽ കിട്ടാഞ്ഞിട്ട് തൊട്ടടുത്ത കവലയിൽ പോവുകയാണ്. എന്നിട്ട് അത് കിട്ടി, അവിടുന്ന് കിട്ടാഞ്ഞിട്ട് ഒരു സജഷൻ പറയാണ് കടക്കാരൻ, വിറ്റാമിനൊക്കെ കൂടുതലുള്ള പൂവമ്പഴത്തെക്കാളും നല്ലതായിട്ടുള്ള 2 ഓറഞ്ച് കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് ആ ഓറഞ്ചുമായിട്ട് തിരിച്ചു വരുമ്പോൾ തോണിയിലെ കടവത്ത് തോണി കാണുന്നില്ല. അത് കഴിഞ്ഞ് ആ പുഴ ശരിക്കും അത് കാണുമ്പോൾ, ആ പുഴ നീന്തി കടന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കാഞ്ചനമാലയെ ആ ഒരു സിനിമ ഉണ്ടല്ലോ, കാഞ്ചനമാല അച്ഛനായിട്ട് നല്ല അടുപ്പമുള്ളൊരു ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ. അവര് ഇടയ്ക്ക് പോവാറുണ്ട്, സംസാരിക്കാറുണ്ട്. മൊയ്തീക്കനെ അറിയാം, മൊയ്തീക്ക നമ്മളുടെ ഒരു ഫാമിലി സുഹൃത്താണ്, അപ്പം സുഹൃത്തായിരുന്നു. അപ്പം ആ ഒരു രംഗം കണ്ടപ്പോൾ ആ മുക്കത്തെ പുഴയും ആ ഒരു സഫറിങ്ങും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഓറഞ്ച് കയ്യിൽ നിന്ന് വിടാണ്ട് അത് എഴുതുന്ന ഒരു പശ്ചാത്തലം ആലോചിച്ച് നോക്കിയേ. ആ പ്രണയത്തിന്റെ, ആ സ്നേഹത്തിന്റെ, തൻ്റെ ഭാര്യയ്ക്ക് ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ പ്രണയിനിയായ ഭാര്യയ്ക്ക്, അങ്ങനെയാണല്ലോ അതിനെ അല്ലേ, അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണിലുണ്ടാവുന്ന സ്നേഹം, അവൾ എന്നോട് കാണിക്കുന്ന, എനിക്ക് തിരിച്ചു തരുന്ന ആ ഒരു റൊമാൻസ് ഉണ്ടല്ലോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭാര്യയുടെ കണ്ണിൽ വിരിയേണ്ട ആ ഒരു സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രയാസപ്പെട്ട് പുഴ നീന്തി കടന്ന് അവിടെ എത്തുന്നത് അല്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ അവിടെ എത്തുമ്പോൾ കാണുന്നൊരു രംഗമുണ്ട്. അത്രയും പവിത്രമായി തന്നെ സൂക്ഷിക്കുന്ന ഒരു ഭാര്യയെ ആരെങ്കിലും, തൻ്റെ ഭർത്താവല്ലാത്ത വേറൊരാൾ അവിടെ വരികയോ തന്നെ അതിക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വെട്ടുകത്തി അടുത്ത് വെച്ചിട്ടാണ് അല്ലേ അവര് അവിടെ കാത്തു നിൽക്കുന്നത്. തൻ്റെ ഭർത്താവിനെ കാത്ത് ഭക്ഷണം എടുത്തു വെച്ച് ഉറങ്ങുന്ന ഒരു ഭാര്യ. അങ്ങനെ സ്നേഹബന്ധത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ അല്ലേ. അപ്പൊ അത് അവിടെ വരുന്ന സമയത്ത് അടുക്കളവാതില് അടച്ചിട്ടില്ല. അടുക്കളവാതിലും അടക്കാൻ മറന്നുപോയതായിരിക്കാം, ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് കാത്തുനിന്ന് ഉറങ്ങിപ്പോയതായിരിക്കാം. സ്വപ്നം കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, പൂവമ്പഴം തോട്ടത്തിലേക്ക് വരുന്നതും പൂവമ്പഴം കഴിക്കാൻ പോകുന്ന ഒരു തേനീച്ച പോലെ. അത് ജമീലയാണ്, ഇത് സാങ്കല്പികമാണ്. ജമീല ആ പൂവമ്പഴത്തെ അത്രയും ആഗ്രഹിക്കുകയാണ്, അതിനെ തേടിപ്പോകുന്ന ആ ഒരു രംഗം ഇങ്ങനെ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ഭർത്താവ് വരുന്നത്, അപ്പം വാതില് പൂട്ടാത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യ സമ്മതിക്കാതിരിക്കുന്നത് തുടങ്ങി അല്ലേ. അപ്പോൾ സ്ത്രീകളുടെ ചില ഇതിനെ കുറിച്ചൊക്കെ അതിലിങ്ങനെ പറയുന്നുണ്ട് രസകരമായിട്ട്. അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ വന്ന് അവരുടെ ഒരു ആത്മബന്ധം അവിടെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ, അതുകൊണ്ട് തുറക്കുമ്പോൾ അവള് വിചാരിക്കുന്ന പൂവമ്പഴം അല്ല, അത് തൊലി കളഞ്ഞ് ഭർത്താവ് കൊടുക്കുമ്പോൾ ആ മുഖത്ത് കാണുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥയുണ്ട് അല്ലെ. ജമീലയെ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ആ മുഖം വല്ലാണ്ട് വിവർണമായിട്ട്, പൂവമ്പഴം അല്ലല്ലോ, എവിടെ ഞാൻ ചോദിച്ച പൂവമ്പഴം ഇത് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ പിണങ്ങി പോകുന്ന ഒരു കുറുമ്പിയെ പോലെ അവള് തിരിച്ച് ബെഡ് പോയിട്ട് പായെ പോയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് വിളിക്കുമ്പോഴും ആ ഒരു സ്ട്രൈക്ക്, തല്ലി തീറ്റിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെന്താ എന്നെ തല്ലി തീറ്റിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ഭർത്താവിന്. പുസ്തകത്തിൽ ശരിക്കും വടിയേറ്റ് പോകുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ മുമ്പ് വായിച്ചതാണ്, വടിയേറ്റ് പോകുന്നു എന്നാണ്. പക്ഷെ നമ്മൾ കണ്ട ഡോക്യുമെന്ററിയിൽ അത് ഉള്ളതുകൊണ്ടാണ് അത് പോയിട്ട്, അതാ നിഴലിങ്ങനെ കാണുമ്പോൾ അവള് ഭയപ്പെടുന്നതും പിന്നീട് എന്താണ് അവരെ കൊണ്ട് അത് തീറ്റിക്കുന്നതും അല്ലേ, ആ ഒരു പശ്ചാത്തലം. അപ്പോ നാളെ ഇതുവരെ ആ ഒരു പുരുഷൻ മനസ്സിൽ കൊണ്ട് നടന്ന കുറേ സമ്മർദ്ദങ്ങളുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പുരുഷൻ സ്ത്രീയെയാണ് എപ്പോഴും സമ്മർദ്ദത്തിലാക്കുക എന്നൊക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് അവള് ഭാര്യ അല്ലെങ്കിൽ തൻ്റെ കാമുകി ആ കാലം മുതൽ, അതായത് ഭർത്താവ് ജീവിച്ച് വളർന്ന സാഹചര്യം മറ്റൊന്നാണ്, ഭാര്യ ഒരു മുതലാളി കുടുംബത്തിലെ ഒരംഗമാണ് അല്ലേ. അപ്പൊ അവള് ആ അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ചില സ്വാതന്ത്ര്യങ്ങള്, ചില ഇഷ്ടാനിഷ്ടങ്ങള്, അവളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമായി മാറിയത് ഒക്കെയുണ്ട്. അപ്പം ഇവൾക്കറിയാം ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് എന്നെക്കാളും ഒരു പടി താഴെയാണ് തൻ്റെ ഭർത്താവെന്ന് ജമീലക്ക് അറിയാം. അതുകൊണ്ടാണ് ജമീല അബ്ദുൽ ഖാദർ അല്ലേ, ഖാദറിനോട് അത്രയും രൂക്ഷമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച വരയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു 3-4 കാര്യങ്ങൾ അവസാന ഭാഗത്ത് അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്. എന്താണ്?
ഞാൻ ആരാ അല്ലേ? പക്ഷെ പല സമയത്തും അബ്ദുൽ ഖാദറിന് അത് ഫീൽ ചെയ്തിട്ടില്ല. അതാണല്ലോ അവിടെ പറയാതെ പറയുന്നത് അല്ലേ? പിന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയൊക്കെ ഷർട്ടിട്ട് നടക്കണം, ജെന്റിൽമാനായിട്ട് നടക്കണം, ഇതൊക്കെയല്ലേ കുളിക്കാൻ പോകുന്ന സമയത്ത്, കുളിക്കാൻ പോകുമ്പോഴും ഞാൻ ഷർട്ട് ഇടണോ ജമീല എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ലാസ്റ്റ് ഭാഗത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്നെ എൻ്റെ ഇഷ്ടത്തിനൊക്കെ വിടാൻ അയക്കില്ലേ? എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാണാനും സംസാരിക്കാനും സമ്മതിക്കില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? എന്നെ ഞാനാവാൻ നീ സമ്മതിക്കില്ലേ എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുന്ന കാലഘട്ടം അതാണ്. ആ കാലഘട്ടത്തെ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. വ്യത്യസ്തമല്ലേ? അപ്പൊ ആ ഒരു ചോദ്യം. പിന്നെ പൂവമ്പഴമല്ലാത്തൊരു സാധനത്തിനെ പൂവമ്പഴമാക്കി മാറ്റുന്നത്, അതവള് കഴിക്കുന്നത്, പിന്നീട് വീണ്ടും അങ്ങനെയൊക്കെ സംഘർഷം അവരുടെ ദാമ്പത്യത്തിൽ വരുന്നുണ്ടെങ്കിലും അവർ പിരിഞ്ഞു പോകുന്നുണ്ടോ? ഇന്നത്തെ കാലത്തോ? കുഞ്ഞു സംഭവം മതി, വളരെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക്. അതാണ് ദാമ്പത്യം, പ്രണയം. ഇതിനൊക്കെ ഒരു പവിത്രത ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പലപ്പോഴും ഇപ്പോ അല്ലേ നമുക്ക് തോന്നാറുണ്ട്. പ്രണയം ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ അതിൻ്റെ ചില മൂല്യങ്ങൾക്ക്, ചില സത്തകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ലേ? ആ ഒരു കാലഘട്ടത്തെ നമ്മളെ മുമ്പിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. പ്രണയം, അടിപൊളി പ്രണയം അല്ലേ? അത് കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതം എന്താണ്? പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാ തരത്തിലും, സാമ്പത്തികമായിട്ട്, പിന്നെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ട്, അവരുടെ ജീവിത രീതിയിൽ. ആ വീടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ തന്നെ കണ്ടില്ലേ? അവള് ജീവിച്ച് വളർന്ന സാഹചര്യം ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല അല്ലേ? ബീഡി തൊഴിലാളിയായിരുന്നു. ആ തൊഴിലാളിയുടെ മുതലാളിയുടെ മകളാണ് അവര് വിവാഹം കഴിക്കുന്നത്. അപ്പൊ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്, അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിലൂടെ ആവില്ല ജമീല ജീവിച്ചതും വളർന്നതും അല്ലെ? അപ്പോൾ അവള് ആ എല്ലാ പരിമിതികൾക്കുള്ളിലും തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് ആ വീട്ടില് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവരുടെ യഥാർത്ഥ സ്നേഹത്തിന്റെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഒരു മകുടോദാഹരണമായിട്ട് അത് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം പിന്നെ വരുന്നത് ആ രണ്ടാമത്തെ ഘട്ടം ചെറുകഥയിൽ പറയുന്നത്, മൂന്നാമത്തെ ഘട്ടം എല്ലാ മനുഷ്യരെയും പോലെ ഒരു വാർദ്ധക്യ കാലഘട്ടമാണ്. ഇങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് ആ ചെറുകഥയെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ അവർക്ക് മക്കളായി, പേരമക്കളായി, അതിനുശേഷവും നമ്മൾ സ്ക്രീനിൽ കണ്ടു അവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ പൂവമ്പഴം ഓറഞ്ച് പോലെ, നാരങ്ങ പോലെ ആയി. അപ്പോഴും അവരത് പറഞ്ഞ് ഓർത്തിച്ചിരിക്കുകയാണ് അല്ലേ? ഒരു ചെറിയ സംഭവത്തെ വളരെ മനോഹരമായിട്ട് അവസാനത്തിൽ ഫിലിമിൽ നമ്മൾ കണ്ടത്, അവരെത്തിപ്പെടുന്നത് ഒരു വൃദ്ധസദനത്തിലാണ്. മക്കളുണ്ട്, പേരമക്കളുണ്ട്, ജീവിതം കുടുംബത്തിനും ഒക്കെ ജീവിച്ച് തീർത്ത ആ 2 മനുഷ്യർ എത്തിപ്പെടുന്ന ഇടം വൃദ്ധസദനത്തിലാണ്. അവിടെ നമുക്കൊക്കെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒന്ന് സാറോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. എനിക്കൊരു കൗൺസിലിങ്ങിന് ഒരു കേസ് വന്ന സമയത്ത് നേരെ തിരിച്ച്, അതായത് ഇതേ കഥ നേരെ തിരിച്ചായാൽ എങ്ങനെ, അങ്ങനെ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. ഭാര്യ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും അടുക്കളപ്പണികളിൽ മാത്രം വ്യാപൃതരാകുന്ന ഒരു നല്ല കുടുംബിനി ആയതുകൊണ്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയുള്ള ഭർത്താവിന് ഭാര്യയെ താല്പര്യമില്ലാത്തൊരവസ്ഥ. ഈ കഥയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കുടുംബ പശ്ചാത്തലം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മതവിഭാഗത്തിലും വന്നതുപോലെ നമ്മളുടെ മുസ്ലിം സമുദായത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റൊരു തരം. പക്ഷേ ബഷീർ എന്ന എഴുത്തുകാരനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ എഴുത്തും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രകൃതി, സ്നേഹം, ദാമ്പത്യം അല്ലേ, അതിലുണ്ടാവുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ, കുട്ടികൾ, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾ, അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ എല്ലാം ഒതുങ്ങി വരുന്ന ഒരു വല്ലാത്ത മായിക ലോകം നമുക്കവിടെ കാണാൻ കഴിയും. അതാണ് ഞാൻ ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഈ കാലഘട്ടത്തിലും വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ കൂടിയിരിക്കുന്ന
അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും തോന്നും, ആ ഇതിലെവിടെയോ ഞാനുണ്ട്, ഇതിലെവിടെയോ എൻ്റെ ഉമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, ഇതിലെവിടെയോ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ആടുണ്ട്, ഇതിലെവിടെയോ എൻ്റെ നാത്തൂനുണ്ട്, ഇതിലെവിടെയോ എൻ്റെ ഭർത്താവുണ്ട്, ഇതിലെവിടെയോ എൻ്റെ അയൽവാസികളുണ്ട്, ഇതിലെവിടെയോ പണ്ട് ഞാൻ കൊളുത്തിയ വിളക്കുണ്ട്, നിലവിളിച്ചം അല്ലേ, ഇതിലെവിടെയോ ഞാൻ കണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ട നിഴലുകളുണ്ട്, ഇതിലെവിടെയോ ഞാൻ കിളച്ച ഇപ്പോൾ കിട്ടിയ മണ്ണിരയുണ്ട്, ഇതിലെവിടെയോ ഞാൻ കൊന്ന ഉറുമ്പുകളുണ്ട്, ചിതലിന് മരുന്നടിച്ച പൊടിയിട്ട് കൊടുത്ത ഞാൻ കൊന്നുകളഞ്ഞ ഉറുമ്പുകളുണ്ട്, ഇതിലെവിടെയോ ഞാൻ തന്നെയുണ്ട്, ഇതിലെവിടെയോ ഞാൻ അടക്കി വെച്ച മജീദുണ്ട്, സുഹ്റയുണ്ട് അല്ലേ, ഇതിലെവിടെയോ ഞാൻ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പലപ്പോഴും പലപ്പോഴും വീണ്ടും വീണ്ടും വായിക്കാൻ കഴിയും. അതാണ് കാലാതീതമായ സൃഷ്ടികൾ. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിനൊട്ട് കൊടുത്തു വെച്ച വ്യത്യസ്ത വ്യത്യസ്ത ആഖ്യാനങ്ങളിലൂടെ ഒരേ കൃതിയെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വ്യത്യസ്ത ആഖ്യാനങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ട് കടന്നുപോയ ഒരു വിശ്വ സാഹിത്യകാരനാണ് ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ബഷീർ അല്ലേ. സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മൾ പ്രിയപ്പെട്ട ബഷീർക്ക. എടിയെ എന്ന് ഭാര്യയെ വിളിക്കുന്ന ഒരു ബഷീർക്കയെ നമുക്ക് കാണാം അല്ലേ. മാനസിക പ്രയാസങ്ങളിലൂടെ ആശുപത്രികളിൽ കഴിഞ്ഞുകൂടിയ ഒരു ബഷീറിനെ കാണാം. ഞാൻ പറയുന്നു, എഴുത്തുകൾ ഇന്നും 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 അദ്ദേഹത്തിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ വളരെ ആഴത്തിൽ പഠിക്കാൻ ഇനിയും ഏറെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കലുഷിതമായ ഈ കാലഘട്ടത്തിൽ മനുഷ്യനാണ് മതം, മതം എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യൻ എന്ന മതം, മറ്റ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മതങ്ങൾക്കപ്പുറം എന്താണ് മതം എന്ന് ചോദിച്ചാൽ എന്താണ്? മനുഷ്യൻ. അതാണ് മതം. അതാവണം എല്ലാ മതങ്ങളും നൽകുന്ന വലിയൊരു സന്ദേശമെന്ന് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും വീണ്ടും പറഞ്ഞു വെച്ച, അതൊന്നും ഒരു എന്താ പറയുക, എഴുത്തിലൂടെ ലോകത്തോട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരുന്ന, കാലാതീതമായി ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു വലിയ ലോകം നമുക്ക് മുമ്പിൽ സൃഷ്ടിച്ച ഒരു വലിയ എഴുത്തുകാരൻ, അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ നമ്മളുടെയൊക്കെ മനസ്സിൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, മരണപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ എപ്പോഴും ഇല്ലേ, ബഷീർക്ക് മരണപ്പെട്ടു എന്ന് നമുക്ക് തോന്നാറില്ല എന്നുള്ളതാണ് അല്ലേ. എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളാണെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ എഴുത്തിലൂടെ ഇന്നും നമ്മളിലൂടെയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ ദിനത്തിൽ ഈ ചേർന്നിരിക്കുകയാണ് നമ്മളിവിടെ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല, വായിക്കാത്തവരുണ്ടാവില്ല എന്നുള്ളതാണ്. പാത്തുമ്മയുടെ ആടെങ്കിലും ഒരു മനുഷ്യനെങ്കിലും അങ്ങനെ അത്രേ തുടങ്ങി ഒരുപാട് നീലവെളിച്ചം, പൂവമ്പഴം വായിക്കാത്തവരുണ്ടാവില്ല. അങ്ങനെ വായിക്കുമ്പോൾ ഇന്ന് ഈ ഒരു ആഴ്ചയെങ്കിലും ബഷീർ ഖാൻ്റെ ഒരു കൃതിയെങ്കിലും നമ്മളെല്ലാവരും നിർബന്ധ ബുദ്ധിയോടുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചവർ വീണ്ടും വായിക്കാത്തവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദിവസത്തെ വീണ്ടും ഓർമ്മ പുതുക്കലാക്കട്ടെ. ഇനി ഇതുപോലൊരു എഴുത്തുകാരൻ പിറവി കൊള്ളുമെന്ന് ഒരുറപ്പുമില്ല അല്ലേ. അത്രയും ജീവിത അനുഭവങ്ങളാണ്. ജീവിതം, ദാരിദ്ര്യം, ദാമ്പത്യം, മനുഷ്യൻ്റെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യാധികതകൾ, എല്ലാ മേഖലകളെയും അദ്ദേഹം, എല്ലാ ജോലികളെയും അദ്ദേഹം അടയാളപ്പെടുത്തി എന്നുള്ള എല്ലാം, ഏതും നീചമായതെന്ന് സമൂഹം പറയുന്ന ജോലികളാവട്ടെ, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജോലികളാവട്ടെ, ഉയർന്നതാവട്ടെ, എല്ലാ മേഖലകളെയും, ആണാവട്ടെ പെണ്ണാവട്ടെ, നപുംസകങ്ങളാവട്ടെ, വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവനാവട്ടെ, ഏതൊക്കെ തരത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യർ പിറവി കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ആയിത്തീർന്നിട്ടുണ്ടോ, ആ മേഖലകളെയൊക്കെ തൻ്റെ എഴുത്തിലൂടെ, തൻ്റെ സരസമായ ഭാഷയിലൂടെ, സംസാര രീതിയിലൂടെ
എഴുതി വെച്ചു എന്നുള്ളതാണ് ആ ഒരു എഴുത്തുകാരന് ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു മനുഷ്യനാണ് മതമെന്നും സ്നേഹമാണ് ഈ ഭൂമിയിൽ നിലനിർത്തുന്ന ഒരു വലിയ ആണിക്കല്ലെന്നും പറഞ്ഞു വെക്കാനും നമ്മളൊക്കെ ആ ഒരു തരത്തിലേക്ക് ഉയരാനും നമ്മൾക്ക് കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചില എഴുത്തുകൾ വല്ലാണ്ട് നമ്മളെ പ്രചോദിപ്പിക്കും അല്ലേ. ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊന്നും മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള കൃതികളൊക്കെ ചുരുക്കാണ് അല്ലേ, വിവർത്തന സാഹിത്യത്തിലേക്ക് മാറ്റാൻ വളരെ പ്രയാസമുള്ള രചനകളാണ്. ഞാൻ എൻ്റെ മക്കളോട് പറയാറുള്ളത് പോലെ സുഖദുഃഖമിട കലർന്നൊരു മഹിയിൽ നാം വെറും നിഴലുകളെന്ന് കവി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണശേഷവും നമ്മളെ ഓർമ്മിക്കപ്പെടണം. അവനുണ്ടായിരുന്നെങ്കിൽ, അവൾ ഉണ്ടായിരുന്നെങ്കിൽ, ബഷീർ ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഓർക്കുന്നില്ലേ, അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ താത്ത ഇങ്ങനെ വലിയതിൽ പറയും, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ കൊതിക്കാറുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലേ, ആ മരത്തിന് ചുവട്ടിൽ ആ വട്ടക്കണ്ണട വെച്ച് ആ കസേരയിലിരിക്കുന്ന അല്ലേ, അവരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച കൂട്ടത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പക്ഷേ നമുക്ക് അദ്ദേഹം ഇവിടെ പോയൊരു കുറേ കാര്യങ്ങളുണ്ട്, കുറേ മൂല്യങ്ങളുണ്ട് എഴുത്തിലൂടെ. അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ബോധപൂർവമോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ടീച്ചർ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലൂടെ, എഴുത്തിലൂടെ, പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാനുള്ള ഒരു റോൾ മോഡൽ കൂടിയാവട്ടെ അദ്ദേഹത്തിൻ്റെ വായനയിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം നമ്മളൊക്കെ ഈ ഒരു നെറ്റിൻ്റെ അകത്തിലാണ്, പല വായനയുടെ വ്യത്യസ്ത തലങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെ നമ്മൾ തന്നെ കോളേജിൽ വായനയുടെ വ്യത്യസ്ത രീതിയെക്കുറിച്ച് നൗഫൽ സാറ് ഏറ്റൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് വായന നമ്മൾ ഇങ്ങനെ റീൽസുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറേ വിജ്ഞാനം നമുക്കുണ്ട്, എന്നാലോ വിജ്ഞാനങ്ങളുടെ ശകലങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുക, അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ. അപ്പോൾ വായന ഒന്ന് വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചുകൊണ്ട് മനസ്സിലാക്കി അതിലെ ഒരു നേരം ചിന്തിച്ച്, ഒരു നേരം ഇരുന്ന് ആ ഒരു കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെ മനോഹരമായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിന് ശേഷം നിങ്ങൾ വായിച്ച ബഷീറിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം ഒന്നും കൂടെ വായിക്കാം. ആ വായനയിലൂടെ നമ്മളിപ്പോൾ ഇന്ന് കണ്ടതുപോലെ കാഴ്ചക്കാരാവാം. നമ്മൾ ഉൾക്കാഴ്ചയിൽ ആ കഥാപാത്രങ്ങൾ എങ്ങനെ കണ്ടിങ്ങനെ പോകുമ്പോൾ അതിമനോഹരമായിട്ട് നമ്മൾ വേറൊരു ലോകത്തെത്തും. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു മനുഷ്യരായി തീരുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം അതിന് നിങ്ങൾ ഇവിടെ കൂടിയിരുന്നവർ ഒരു പ്രചോദനമാവട്ടെ. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്പുമീ വഴിയിലെന്തോ നമ്മൾ പാടണം. കവി ആശങ്കപൂർവ്വം ചോദിക്കുകയാണ്. നമ്മളൊക്കെ ഒരു വലയത്തിൻ്റെ ഉള്ളിലാണ്, ഈ ഒരു 4 സ്ക്രീനിൻ്റെ ഉള്ളിലാണ് നമ്മളൊക്കെ ഉള്ളത്, ഞാനടക്കം ഉള്ളത്. വഴിവിളക്ക് കണ്ണ് ചിമ്പ, വലയിൽ വീണ ഇണകളായി മാറുകയാണ്, ഇണകൾക്കിടെ ചിറകുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ ഒരൊറ്റ സാധനം കൊണ്ട്. പല പല അനുഭവങ്ങൾ നിരന്തരം നമ്മൾ കേട്ടോണ്ടിരിക്കുക. മിനിഞ്ഞാന്ന് ഞാൻ അനുഭവിച്ചൊരു വിഷമം തന്നെ ഉണ്ട് ഇതേ മേഖലയിൽ. അപ്പോൾ ഈ വഴിവിളക്ക് കണ്ണി ചിമ്മിക്കൊണ്ടിരിക്കുക, അതായത് നന്മയുടെ വിളക്കുകൾ അണഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കവി ആശങ്കയോടുകൂടി പാടുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് സ്നേഹം, പ്രണയം, ജീവിതം, ദാമ്പത്യം, പ്രകൃതിയെ നിലനിർത്തുന്ന പല ഘടകങ്ങളാണിതൊക്കെ. ആ ഘടകങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരണമെന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. ബഷീറിൻ്റെ കൃതികളിലൂടെ അത്തരമൊരു പ്രകാശം വീണ്ടും വീണ്ടും വായിക്കപ്പെടട്ടെ, വീണ്ടും വീണ്ടും തുറക്കപ്പെടട്ടെ. നല്ലൊരു നാളെയെ, മനുഷ്യൻ എന്ന മതത്തെ ഇവിടെ വീണ്ടും പിറക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരുപാട് പറയാൻ വാക്കുകളില്ല. ഞാൻ പറഞ്ഞല്ലോ സംസാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
മരണശേഷം കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ അവിടെയും നമുക്കിതുപോലെ ചേർന്നിരുന്ന് സംവദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി വരട്ടെ എന്ന് പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.